എല്ലാവർക്കും മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജോമെട്രിക് പ്രോഗ്രഷനാണ്, അഥവാ സമഗുണിത പ്രോഗ്രഷൻ. ഇവിടെ രണ്ട് എക്സാമ്പിളുകൾ നിങ്ങൾക്ക് കാണാം. ആദ്യത്തെ എക്സാമ്പിൾ 3, 6, 12, 24, 48 എന്നിങ്ങനെ പോകുന്നതാണ്. ഇതിലെ ഫസ്റ്റ് ടേമായി നാം എടുത്തിരിക്കുന്നത് സ്മാൾ ലെറ്റർ എ ആണ്. ഫസ്റ്റ് ടേം 3ഉം കോമൺ റേഷ്യോ 2ഉമാണ്. കോമൺ റേഷ്യോ മീൻസ് the ratio between any two consecutive terms in a geometric progression is always a constant. That constant is called common ratio. അതായത് ജോമെട്രിക് പ്രോഗ്രഷനിലെ അടുത്തടുത്ത രണ്ട് സംഖ്യകൾ തമ്മിലുള്ള റേഷ്യോ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 3ഉം 6ഉം 6/3 2. അനദർ എക്സാമ്പിൾ 24/12 2. ഇതിനെ കോമൺ റേഷ്യോ എന്നാണ് വിളിക്കുന്നത്. ഫസ്റ്റ് ടൈം 3ഉം കോമൺ റേഷ്യോ 2ഉമാണ് ആദ്യത്തെ എക്സാമ്പിളിൽ. ഇനി നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. 5, 15, 45, 135 എക്സെട്ര. ഇവിടെ ഫസ്റ്റ് ടൈം എ എന്ന് പറയുന്നത് 5 ആണ്. കോമൺ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കും? അടുത്തടുത്ത രണ്ട് സംഖ്യകൾ തമ്മിലുള്ള റേഷ്യോ, അതായത് 15ഉം 45ഉം നോക്കുക. 45 ഡിവൈഡഡ് ബൈ 15 ഈക്വൽ ടു 3. അതായത് കോമൺ റേഷ്യോ 3ഉം ഫസ്റ്റ് ടേം 5ഉമാണ് രണ്ടാമത്തെ ജോമെട്രിക് പ്രോഗ്രഷൻ. ഓക്കെ, റിമെമ്പർ ദാറ്റ് വാട്ട് ഈസ് കോമൺ റേഷ്യോ? ദ റേഷ്യോ ബിറ്റ്വീൻ എനി two consecutive terms in a geometric progression is always a constant. That constant is called common ratio. ഇവിടെ നമുക്ക് രണ്ട് ടൈപ്പ് ജോമെട്രിക് പ്രോഗ്രഷനുള്ള രണ്ട് എക്സാമ്പിളുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി nth ടേം ഓഫ് ദി ജി പി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ലെറ്റ് us സപ്പോസ് ദാറ്റ് ഫസ്റ്റ് ടേം ഈസ് എ ആൻഡ് കോമൺ റേഷ്യോ ഈസ് ആർ. ദെൻ വി ക്യാൻ റൈറ്റ് ഫസ്റ്റ് ടേം ഈസ് എ. ദ സെക്കൻഡ് ടേം ഈസ് ഒബ്റ്റൈൻഡ് ബൈ multiplying first term with common ratio. That is, here the second term is a into r. And the third term is a into r square. Fourth term is a into r cube. Continuing like this, we will obtain the nth term. Nth term of the GP is equal to a into r raised to n minus 1. Okay. അതായത് ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ്റെ nth ടേം എന്തായിരിക്കും? ഫസ്റ്റ് ടേം ഇൻറ്റു കോമൺ റേഷ്യോയുടെ പവറിൽ n-1 ആണ് വരുന്നത്, മറന്നു പോകരുത്. അതായത് nth ടേം ഓഫ് എ ജി പി ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ tn ഈക്വൽ ടു എ ഇൻറ്റു ആർ റൈസ് ടു n-1. ഓക്കെ, ഇതാണ് nth ടേം ഓഫ് ദ ജി പി. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ nth ടേം ഓഫ് ദ ജി പി 3, 6, 12, 24 എക്സെട്ര. nth ടേം കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ ഫസ്റ്റ് ടേം എ എന്ന് പറയുന്നത് 3 ആണ്. കോമൺ റേഷ്യോ എങ്ങനെ കിട്ടും? 6/3. അടുത്തടുത്ത രണ്ട് സംഖ്യകൾ തമ്മിലുള്ള റേഷ്യോയാണ് കോമൺ റേഷ്യോ. 6/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ദെൻ നമുക്കറിയാം nth ടേം ഓഫ് ദ ജി പി ദാറ്റ് ഈസ് tn ഈക്വൽ ടു a ഇൻറ്റു ആർ റൈസ് ടു n-1. That is equal to a is 3 into what is r is 2 raised to n-1. That is the nth term is 3 into 2 raised to n-1. Another example, find the fifth term of the GP 3, 6, 12, 24 etc. താഴെ തന്നിരിക്കുന്ന ജോമെട്രിക് പ്രോഗ്രഷൻ്റെ അഞ്ചാമത്തെ പദം കണ്ടുപിടിക്കുക. നമുക്കറിയാം ആദ്യ പദം ഫസ്റ്റ് ടേം ഇവിടെ 3 ആണ്, കോമൺ റേഷ്യോ 2ഉം. അതുപോലെ nth ടേമാണ് നാം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഹിയർ n ഈസ് 5 ബിക്കോസ് വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദി ഫിഫ്ത്ത് ടേം. ദെൻ t5 ഈക്വൽ ടു 3 ഇൻറ്റു എ ഇൻറ്റു ആർ റൈസ് ടു n-1. ദാറ്റ് ഈസ് 3 ഇൻറ്റു 2 റൈസ് ടു n-1. n ഈസ് 5 minus 1. ദാറ്റ് ഈസ് 3 ഇൻറ്റു 2 റൈസ് ടു 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 48. 3 ഇൻറ്റു 2 റൈസ് ടു 4. ആൻസർ ഈസ് 48. അതായത് ഈ ജോമെട്രിക് പ്രോഗ്രഷൻ്റെ അഞ്ചാമത്തെ പദം 48 ആയിരിക്കും. ഓക്കെ, നോട്ട് ദി ഐഡിയ. അടുത്തതായി നാം പഠിക്കാൻ പോകുന്നത് ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ്റെ
n പദങ്ങളുടെ തുകയാണ്. ദാറ്റ് ഈസ് സം ഓഫ് n ടേംസ് ഓഫ് ദി ജി പി. അതിന് രണ്ട് ഇക്വേഷനുകളുണ്ട്. ആദ്യത്തെ ഇക്വേഷൻ ഇഫ് കോമൺ റേഷ്യോ അതായത് r ലെസ് ദാൻ 1 ആണെങ്കിൽ സം ഓഫ് n ടൈംസ് എസ് എൻ ഈസ് ഈക്വൽ ടു a ഇൻറ്റു 1 മൈനസ് r റൈസ് ടു n ഡിവൈഡഡ് ബൈ 1 മൈനസ് r എന്ന ഇക്വേഷൻ ഉപയോഗിക്കും. അടുത്ത രണ്ടാമത്തെ കേസ് കോമൺ റേഷ്യോ ദാറ്റ് ഈസ് r ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എസ് എൻ ഈക്വൽ ടു a ഇൻറ്റു r റൈസ് ടു n മൈനസ് 1 ഡിവൈഡഡ് ബൈ r മൈനസ് 1. ഇവിടെ രണ്ട് ഇക്വേഷനും യൂസ് ചെയ്യും. ആദ്യത്തെ ഇക്വേഷനിൽ r ലെസ് ദാൻ 1 വരുന്നതും രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കുന്നത് r ഗ്രേറ്റർ ദാൻ 1 വരുന്നതുമാണ്. ദിസ് ഇക്വേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. Remember that sum of n terms of the GP can be calculated by using these two equations. Our next question is find the sum of n terms of the GP 3, 6, 12, 24 etc. Also find the sum of 10 terms of the GP 3, 6, 12, 24 etc. Okay. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദ സം ഓഫ് n ടേംസ്. ജി പിയിലേക്ക് നോക്കുക. ഹിയർ അവർ ഫസ്റ്റ് ടേം a ഈസ് 3 ആൻഡ് ദ കോമൺ റേഷ്യോ ഈസ് 6/3 ദാറ്റ് ഈസ് 2. ഹിയർ r ഈക്വൽ ടു 2 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1. ദെയർഫോർ അവർ ഇക്വേഷൻ ഈസ് എസ് എൻ ഈക്വൽ ടു a ഇൻറ്റു r റൈസ് ടു n മൈനസ് 1 ഡിവൈഡഡ് ബൈ r മൈനസ് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹിയർ അവർ a ഫസ്റ്റ് ടേം ഈസ് 3. Therefore 3 into common ratio is 2 raised to n minus 1 divided by 2 minus 1. Denominator is 1. Therefore final answer is 3 into 2 raised to n minus 1. That is the answer of our first section. Our second section is also find the sum of 10 terms of the GP. Therefore n equal to 10. 10 പദങ്ങളുടെ തുകയാണ് നാം രണ്ടാമത് കണ്ടുപിടിക്കുന്നത്. അതായത് എസ് 10 ഈക്വൽ ടു 3 ഇൻറ്റു 2 റൈസ് ടു 10 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 മൈനസ് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 2 റൈസ് ടു 10 മൈനസ് 1 ഡിവൈഡഡ് ബൈ 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 3069. അതായത് ആദ്യത്തെ 10 പദങ്ങളുടെ തുക 3069 ആയിരിക്കും. ഓർക്കുക, ഇവിടെ r എന്ന് പറയുന്നത് 2 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ടാണ് എസ് എന്നിൻ്റെ ഇക്വേഷൻ a ഇൻറ്റു r റൈസ് ടു n മൈനസ് 1 ഡിവൈഡഡ് ബൈ r മൈനസ് 1 ഉപയോഗിച്ചത്. ഓക്കെ, ഗോട്ട് ദി ഐഡിയ? If you have any doubt, then please write down the comment box below. Thank you for watching. For more educational videos, please subscribe our channel.